ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ തമിഴിലും മലയാളത്തിലും കന്നഡയിലൊക്കെ വ്യത്യസ്ത ഭാഷകളിൽ ഹോട്ടൽ മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രധാനമായിട്ടും ഞാൻ പല ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളെ മലയാളികളുടെ ഇടയിലുള്ള പ്രവണത അത് മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറുപ്പം മുതലേ നമ്മളെ ബ്രെയിനിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുത്തിക്കയറ്റിയിട്ടുള്ള പല സിലബസുകൾ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുക എന്ന് പറഞ്ഞൊരു പഴമൊഴിയുണ്ട് നമ്മുടെ നാട്ടില്. ഇതേപോലെയാണ് ഞാൻ ചെയ്ത തമിഴ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ആ തമിഴ് വീഡിയോസിന്റെ അടിഭാഗത്ത് ഉള്ള കമന്റുകൾ ഒന്ന് നോക്കി നോക്കൂ. കാണാ ഒരുപാട് നല്ല രീതിയിലുള്ള എന്താ പറയാ അത്രയും കമന്റ്സുകൾ, അതുപോലെ തന്നെ അതിന്റെ വ്യൂസ് ഹൈ വ്യൂസ് ആണ്. ആ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിനോട് അനുബന്ധപ്പെട്ട അത്യാവശ്യക്കാർ മാത്രമേ കാണുള്ളൂ. അത് ഏകദേശം മോർ ദാൻ 70,000-80,000 വ്യൂസ് ആണ്. അതേപോലെ കമന്റ് ബോക്സ് ഇങ്ങനെ താഴേക്ക് നോക്കുന്തോറും അത്രയും ഒരു എന്താ പറയാ ഒരു 1,000+ കമന്റ് കിടക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് നമ്മളത് നേരെ മലയാളികളുടെ ഇടയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു പ്രസ്ഥാനം നമ്മൾ ചെയ്യില്ല. ബിസിനസ്സുകാർ മുഴുവൻ, അല്ലെങ്കിൽ ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മുഴുവൻ, അല്ലെങ്കിൽ ഇതുമായി സംരംഭങ്ങൾ തുടങ്ങുന്നവര്, പൊതുവായിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെ കണ്ണിലൊക്കെ ഒരു ശത്രുക്കളെ പോലെയാണ് കാണാറ്. കാരണം നമ്മളൊക്കെയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ ടാക്സ് ഒക്കെ വല്ലാതെ പിരിച്ചിട്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ വലിയ കാരണം 30 ദിവസത്തിൽ 22 ദിവസം ഏകദേശം ജോലി, അതും 8 മണിക്കൂർ കൂടുതൽ ചെയ്യേണ്ടതില്ല. അവർക്ക് 50,000 മുതൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അതിനുള്ളൊരു ഔട്ട്പുട്ട് വേണ്ടേ? നമ്മൾ ഇത്രയും വലിയ ടാക്സ് ഒക്കെ കൊടുത്ത് ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നത് നമുക്ക് നന്മ ഉണ്ടാവാനാ. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം പറയണത്, നമ്മൾ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ, ഞാൻ കൂടുതൽ ആ പ്രദേശങ്ങളാണ്, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയുന്നത്. നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിന് ഇപ്പോഴത്തെ ഒരു മനസ്ഥിതി ഉദ്യോഗസ്ഥർ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് വിശദമായി പറഞ്ഞു തന്നാൽ അതിന് വേണ്ടിയിട്ട് അവർ വേണമെങ്കിൽ ആളെ സംഘടിപ്പിച്ച് തരുന്ന രൂപത്തിൽ വരെ സപ്പോർട്ടാണ്. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ നാട്ടിലുള്ള പല സംരംഭങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി സഹായിക്കുമ്പോൾ ഉള്ളൊരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകളൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒരു സ്ഥലത്തും നമുക്ക് ബിസിനസ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന തകരാറുകളെ കുറിച്ചൊന്നും കാര്യമായിട്ട്, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ, ഇപ്പോഴാണ് ലൈസൻസിന് മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു ടെസ്റ്റും മറ്റു കാര്യങ്ങളും വെച്ച് ലൈസൻസ് കൊടുക്കുന്ന സിസ്റ്റമുള്ളത്. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഭക്ഷണമാണ്. ഈ ഭക്ഷണ മേഖലയിലൊക്കെ പങ്കെടുക്കുന്നവരും ചെയ്യുന്നവരും ഇവർക്കൊക്കെ നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം അതില്ലെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഇന്ന് ഈ കാണുന്ന ഇഷ്യൂസിന്റെ ഒക്കെ പുറകില് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അവരെ ആദ്യം സംസ്കരിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത്, ഇതാണ് അതിന്റെ ശരി, ഇതാണ് അതിന്റെ തെറ്റ്, ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലാണ് യഥാർത്ഥത്തിൽ വിജയിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ബാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ നാട്ടിലെ മദ്യം, അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഇടാൻ പാടുള്ളൂ. അങ്ങനെ അതിനൊക്കെ കുറെ എത്തിക്സുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ സത്യത്തില് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭക്ഷണ മേഖലയിലും ഗവൺമെന്റ് അതിൻ്റെതായ റൂൾസുകൾ കൊണ്ടുവരണം. പിന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തൊരു സംരംഭകന് തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ നാടുകളിലും, കാരണം നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഡ്രെയിനേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈ, ഇലക്ട്രിക് സപ്ലൈ, റോഡ്, ഇതൊന്നും സാധാരണ ഇപ്പൊ എന്നെ പോലെ ഒരാളൊന്നും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും ശരിയാക്കാതെ GST മേടിക്കാനാണെങ്കിലും എന്ത് ടാക്സ് മേടിക്കാനാണെങ്കിലും ഭയങ്കര ഉത്സാഹമാണ്. അതുപോലെ തന്നെ വേസ്റ്റിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും കാര്യങ്ങളും, അതിനുള്ള അണ്ടർഗ്രൗണ്ട് കുഴലുകളും, ഇതൊക്കെ സത്യത്തിൽ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഏത് കാലത്ത് ചെയ്യാനാ? ലോകത്തിലെ ഏത് രാജ്യത്ത് നിന്നാലും അതിന്റെ വികസനം എത്തി. എസ്പെഷ്യലി ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയാൽ ബാംഗ്ലൂരിലൊക്കെ അങ്ങനെ കുഴൽ സംവിധാനത്തിൽ കൂടെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ. ഇവിടെ ഒന്നും ഇപ്പോഴും അതിനെ കുറിച്ചിട്ട് ഒരു നടപടിയില്ല. എന്താ പറയാ, ഏകദേശം 100 കൊല്ലം മുന്നേ ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്ന അത്രയും ഓവുചാല്, 2 സൈഡിലുള്ള സ്ലാബ് ഇട്ടിട്ടുള്ള പണി, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആളുകൾ ചോദിക്കും പൈസ ഒക്കെ ഇവിടെ ഉണ്ട്,
അതൊക്കെ ഒരു പരിധി വിട്ട ശമ്പളവും ഒരു പരിധി വിട്ട തോന്നിവാസമാണ്. നമ്മള് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ വരുന്ന ആള് മീൻസ് ബിസിനസ്സും മറ്റുമൊക്കെ ആയിട്ട് ചെയ്തു വരുന്ന സംരംഭകരും ഇവരൊക്കെ ഇനി ഉത്സാഹിച്ചിട്ട് വേണം ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ. കാരണം ഒരു സംരംഭം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കണ്ണീരെന്താണ്, അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ഇപ്പറഞ്ഞ രാഷ്ട്രീയക്കാർക്കൊന്നും അറിഞ്ഞോളണമെന്നില്ല. കാരണം അവരൊരു പക്ഷേ അവന്റെ ബലത്തിലായിരിക്കും പിടിച്ചേക്കുന്നുണ്ടാവുക. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ഞാൻ അറിഞ്ഞോടത്തോളൊക്കെ ഭയങ്കര പ്രഷറാണ്. അത്ര ഈ മാസത്തെ ശമ്പളത്തിനുള്ള വക ഉണ്ടാവില്ല. അതുകൊണ്ട് മൊത്തത്തില് മാക്സിമം ഫൈൻ അടച്ച് പിരിക്കാൻ, ഇങ്ങനെ സബോള തിന്ന് ശിക്ഷ മേടിക്കുകയും അല്ലെങ്കിൽ ചാട്ടയടി കൊണ്ട് ശിക്ഷ മേടിക്കുകയും ചെയ്ത ഒരാളെ കഥയുണ്ട്. അതുപോലെയാണ് നമ്മളെ കഥ. കാരണം ചാട്ടയടി വേണ്ടെന്നിട്ട് സബോള തിന്നണം, സബോള തിന്ന് തീർക്കാൻ പറ്റാണ്ടായപ്പോ ചാട്ടയടി മതി എന്ന് പറയും. ഇതേപോലെയാണ് നമ്മളെ സ്ഥിതി. നമുക്ക് നിരന്തരം നമ്മളെല്ലാവരും ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും പീഡകരാണ്. പിന്നെ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റിൽ നിന്ന് മാറി പോകാതെ നോക്കാലോ. ഈ തമിഴ്നാട്ടില് ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലെ തമിഴ് വീഡിയോസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് മുമ്പ്. ഇതേ ഈക്വലന്റ് ആയിട്ട് മലയാള വീഡിയോസ് അതേ സമയത്ത് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു 20 ഇരട്ടി റെസ്പോൺസ് ആണ് തമിഴ് വീഡിയോസ് ഇടുമ്പോൾ കിട്ടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അതിന്റെ റിസൾട്ടും. ഈ കമന്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സത്യസന്ധമായി ലൈക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചെങ്കിലും അതിന്റെ ഒരു കമന്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക. നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ പോരാ, അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ വേണം ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഉഷാറാവും. അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് പണ്ട് കിട്ടിയ ചില വിദ്യാഭ്യാസ തകരാറ് കൊണ്ടായിരിക്കാം നമ്മൾ ആറ്റിറ്റ്യൂഡിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മൊത്തം നമ്മളെ നാടിന്റെ വലിയൊരു വികസനം ഉണ്ടാവും. എല്ലാവർക്കും സാമ്പത്തികമായി വളരാനും പറ്റും. അതില്ലാത്തൊരു വലിയ അവസ്ഥ നമ്മളെ നാട്ടിനെ വലിയൊരു താഴ്ചയിലേക്കാണ് കൊണ്ടുപോവുക. അതിന്റെ ആ ഒരു പ്രശ്നം എന്താന്നുള്ള സാങ്കേതികപരമായിട്ട് ഒരിക്കലും വന്നുപെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോചനം നേടാൻ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ കാണുന്ന വീഡിയോ അറിവുകളൊക്കെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വളരെയധികം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.